പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനെപ്പറ്റി ട്രിപ്പ് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. നല്ല ട്രിപ്പായിരുന്നു ഇതുവരെ ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇതാ തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞത്. എൻ്റെ ബാക്കിൽ വേറൊരു വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗിൽ കാണാത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആ ഇതിൽ കാണാം. ഞാൻ എൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയം 3:15. ഞങ്ങൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഓഫീസിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ ബസ് ഇപ്പോൾ എത്തി. എല്ലാവരും മുകളിലാണ്. ബാഗൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ. കുറച്ച് പേരായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 40-41 പേര് അടുപ്പിച്ചുണ്ട് ട്രിപ്പിന് പോകുന്നത്. ആൻഡ് ഞങ്ങളുടെ ബസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളൊരു വാഷ്റൂം ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയേക്കാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി. ഡാൻസും പാട്ടും ബഹളമായിരുന്നു. ഉറങ്ങിയിട്ടില്ല ആരും. ഇപ്പോൾ കരുനാഗപ്പള്ളി എത്തി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാം കേട്ടോ. നല്ല ചുട്ട വെയിൽ. അയ്യോ, ഇക്കൽ എന്ന് പറഞ്ഞ കെയ ബേക്സിൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂവും, പിന്നെ അപ്പം കഴിക്കാത്തവർക്ക് ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ മുട്ടക്കറി. അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ സ്ഥലം എത്തി. ഇതിവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഗ്രീൻ പാലസ് റെസിഡൻസി. ഇവിടെ ഇങ്ങനെ കുറേ വില്ലകൾ പോലെ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ഉണ്ട്. ലാസ്റ്റ് കയപ്പോൾ ബസ്സിൽ എല്ലാവരും ഉറക്കമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് പക്ഷെ കിടന്നുറങ്ങും. എല്ലാവരും നല്ല ടയേർഡാണ്. തണുപ്പൊന്നുമില്ല കേട്ടോ, മഴക്കാറുണ്ട്. അപ്പം ഇന്ന് രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പക്ഷെ തണുപ്പെന്ന് പറയാനില്ല, പക്ഷെ ചൂടില്ല. അത്യാവശ്യം നല്ലൊരു കൂൾ ക്ലൈമറ്റ് ഒന്നൊക്കെ. അവിടെ നല്ല അടിപൊളി മഴക്കാറ് വരുന്നതാണ്. നല്ല മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോകണം. നല്ല ഭംഗിയില്ലേ നോക്കി ഈ അപ്പാർട്ട്മെൻറ്റ്സ് കാണാനായിട്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഞങ്ങളുടെ റൂമിൽ 2 റൂമുണ്ട്. എല്ലാവരും സെറ്റിലാവുന്നു. ഇവിടെ ഒരു റൂമും കൂടെയുണ്ട്. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സോഫ ഉണ്ട്, ടോയ്ലറ്റ്, പിന്നെ എല്ലാ റൂമിലും ഒരു ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു അതല്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പുറത്ത് കാട്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് മറ്റേ മെസ് ഹോളാണെന്ന് തോന്നി കാണുന്നത്. ചെയറും കസേരയൊക്കെ കാണാം. അപ്പോൾ അവിടെ ആയിരിക്കും ഫുഡ്. ഒരു റൂഫ് ടോപ്പ് പൂളായിരുന്നു അത്. നല്ല ചുട്ട വെയിലായിരുന്നു. അത് കാരണം ഞാനൊന്നും ഇറങ്ങിയില്ല. പുറത്ത് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. ഫുൾ മരങ്ങളും മുട്ടക്കുന്നുമായിരുന്നു കാഴ്ച മുഴുവൻ. ഞങ്ങളുടെ കൂടെയുള്ള തരുണിമണികൾ എത്തി തുടങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്.
അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് മെസ് ഹാളിലേക്ക് പോവാണ്. നോക്കി നല്ല അസൽ മഴക്കാറ്. ഈ ഗ്രീൻ മരങ്ങൾ കണ്ടോ, ഫ്ലൂറസൻ ഗ്രീൻ എന്നുള്ള ഭംഗിയുണ്ട്. ലഞ്ച് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു, പിന്നെ സാലഡും അച്ചാറും, അതിൻ്റെ കൂടെ പിന്നെ ലാസ്റ്റ് ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു. കുറേ പേര് അവിടെ സ്റ്റക്കാണ് റൂമിൽ, ആരുടെയും കയ്യിൽ കുടയില്ല. അപ്പോൾ ഞങ്ങളുടെ ട്രെക്കിംഗ് പ്ലാനൊക്കെ എന്താവും അറിയില്ല. തൽക്കാലം വെയിറ്റ് ചെയ്യാം, മഴ ഒന്ന് കുറയുന്ന വരെ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാശിയേറിയ ഊണോ മത്സരമായിരുന്നു. അപ്പോൾ ഞങ്ങളിനി ജീപ്പ് സഫാരിക്ക് പോവാണ്. ചെറിയ മഴയുണ്ട്, പക്ഷേ അവർ പറഞ്ഞത് മഴയത്ത് പോകാനാണ് ഏറ്റവും അടിപൊളിയാണ്. അപ്പോൾ 1 2 3 4 ജീപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി 2 ജീപ്പ് കൂടിയും വരും. അപ്പോൾ മൊത്തം 6 ജീപ്പിലായിട്ടായിരിക്കും നല്ല വണ്ടി ഞങ്ങൾ പോകുന്നത്. സൗണ്ട് എന്താണെന്നറിയോ, കുറേ ഈ കടകളിൽ കുറേ പി പി വിൽക്കുന്നില്ലേ, അപ്പോൾ ഓരോ ആൾക്കാർ പി പി വാങ്ങിച്ചിട്ട് അതടിച്ച് ഉണ്ടാക്കുന്ന ബഹളമാണിത്. ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിലെത്തിട്ടോ, വേറൊരു പോയിന്റിൽ ജീപ്പ് പിടിച്ചേനെ. അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ കുട പിടിച്ചിരിക്കുന്നത്. ദൂരെ നമുക്കിങ്ങനെ കോട ഇങ്ങനെ വരുന്നത് കാണാമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് വെറും സെക്കൻഡുകളായുള്ളപ്പോഴേക്കും ഫുൾ മൂടൽ മഞ്ഞ് പോലെ ഫുൾ കോട ഇറങ്ങി ഇങ്ങോട്ട്. വോ സൂപ്പർ. എൻ്റെ അമ്മേ, ഞാൻ ഇങ്ങനെ കോടയുടെ ഇടയ്ക്ക് അങ്ങനെ ആദ്യമായിട്ടുണ്ടോ ആ മലയിൽ നിന്നുള്ള മിസ് ഫുൾ ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയി. പക്ഷെ അപ്പോഴേക്ക് മഴയൊക്കെ ഒന്ന് നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി. പിന്നെ പോയ സ്ഥലത്ത് ഒരു അരുവിയുണ്ട്, പിന്നെ അവിടെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ആ കേവിൻ്റെ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ എല്ലാവരും കൂടി പോകുന്നത്. പക്ഷേ അവിടെ അട്ടശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടത് കാരണം ഞാനും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയില്ല. ബാക്കിയുള്ളവരൊക്കെ പോയ സമയത്ത് ഞങ്ങൾ ആ കരയുടെ അവിടെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ അത് പോകാഞ്ഞതുകൊണ്ട് നഷ്ടമൊന്നും ആയില്ല. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി, നല്ല ഇരുട്ടായി. അപ്പോൾ പിന്നെ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. സിറ്റി കൂടെ പോയപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇതാ എല്ലാവരും എത്തി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൂപ്പാണ്. കോള് പോകുന്നില്ല, റേഞ്ചില്ലാത്ത സൂപ്പാണ്, ചിക്കൻ സൂപ്പ്. രാവിലത്തെ ഉറക്കക്ഷീണവും പിന്നെ ഈ ട്രാവലിങ്ങും എല്ലാം കൊണ്ട് വലിഞ്ഞ് തിരിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കിട്ടിയപ്പോൾ ഹാപ്പിയായി. ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് കേട്ടോ എടുത്തത്. വേറെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഡിന്നർ. കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു എക്സസൈസിന് വേണ്ടി എല്ലാവരും എന്താ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കയറ്റം കയറാണ്.
ചെറിയൊരു നടത്തത്തിന് ശേഷം ഞങ്ങൾ നേരെ ഡി ജെ ഫ്ലോറിലേക്കാണ് പോയത്. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളൊരു സ്പേസാണ് കേട്ടോ. ഇത് ഒരു ഡി ജെ ഹാൾ അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ടൈം സ്ലോട്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിസിറ്റേഴ്സിനെ ആരും കയറ്റിയില്ല. അവിടെ തന്നെ ഒരു ഡി ജെ ചേട്ടൻ ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ തന്നെ പാട്ടൊക്കെ ഫുൾ സെറ്റിയും ലൈറ്റും എല്ലാം കണ്ടു. ഗുഡ് മോർണിംഗ്. അപ്പോൾ എഴുന്നേറ്റു കേട്ടോ. നല്ല വെയിലിപ്പം. സമയം 8 മണിയാണ്. പറഞ്ഞ നമ്മൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞു. 8 മണിയായിട്ടുള്ള കേട്ടോ സമയം. പക്ഷെ നല്ല വെയിലായിപ്പം. രാത്രി ഞങ്ങൾ ഫാനൊന്നും ഇട്ടില്ല, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി. ഇപ്പം തണുപ്പെന്ന് പറയാനല്ല, ചൂടില്ല, പക്ഷെ ഒരു ഇളം തണുപ്പ്. നല്ല ക്ലൈമറ്റാണ്, പക്ഷെ നല്ല വെയിലുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ വേറെ ഞാൻ പൂരി, മസാല, ബ്രെഡ് ജാം, പിന്നെ ഒരു ഗ്ലാസ് ചായ. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇതാ ചെക്കൗട്ട് ചെയ്തു. ഓക്കെ, നല്ല വെയിലാണ് കേട്ടോ. രാത്രിയൊക്കെ ഫുൾ തണുപ്പായിരുന്നു, പക്ഷേ ഇപ്പം നല്ല പക്കാ സൺകിസ്റ്റ് വെയിൽ. ചെക്കൗട്ട് ചെയ്തു. ഇനി എല്ലാവരും ബാഗൊക്കെ എടുത്ത് ബസ്സിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനപ്പുരത്തം. തിരിഞ്ഞാൽ നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി കേട്ടോ, മെഡോസ്. അതായത് മെഡോസ് എന്നാണ് ഇതിൻ്റെ പേര്. കൊട്ടക്കുന്ന്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ജിബിൻ? ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ട്രിപ്പ് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. നല്ല ട്രിപ്പായിരുന്നു ഇതുവരെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം കമ്മിറ്റിക്കാരെ ഒന്ന് കാണാൻ. ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ മാനേജർ ജിബിൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ മെഡോസിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു. നല്ല ബ്ലൂ സ്കൈ. ഫസ്റ്റ് ഞാൻ അത് കണ്ടപ്പോൾ ശരിക്കുള്ള കിളിയാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇറ്റ് വാസ് എ പട്ടം. അയ്യോ, പട്ടം പോയി. അവിടെ പോയി, പട്ടം മിസ്സായി. അതാ മോളെ പട്ടം. ഇപ്പം ഞങ്ങളൊരു വീഡിയോ റീൽ എടുക്കാനായിട്ട് ഒരു ഫ്രെയിം തപ്പി നോക്കാം. നിറച്ച ആൾക്കാർ. അത് കാരണം നമുക്ക് പറ്റിയ, ഞങ്ങൾ ആക്ച്വലി ആ മലയിൽ നിന്നിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. പിന്നെ അവിടെ ആ സമയത്ത് ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ മൊട്ടക്കുന്നിലേക്ക് വന്നു. അപ്പോൾ അതേ ഞങ്ങളുടെ ഒപ്പം ആൾക്കാർ ഫുൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ മൊട്ടക്കുന്ന് മലയിലേക്കും പോകേണ്ടി വരും തോന്നുന്നു. പിന്നെ ഭയങ്കര വെയിലുള്ളത് കാരണം ഫേസ് കാണില്ല ചില ഡയറക്ഷനിൽ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ് ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞ് റീലാണ്ടോ, പ്രത്യേകിച്ച് വലിയ റീലൊന്നുമില്ല, പക്ഷേ അതൊക്കെയാണൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ റീലെടുത്തു. ഒരു കുട്ടി റീലെടുക്കാനായിട്ടായിരുന്നു. ടാസ്ക് എന്താണെന്നറിയോ? ഫ്രെയിം ലൈറ്റും എല്ലാം കാരണമാണ്. നല്ല വെയിലാണ് കേട്ടോ. അതാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ്, പിന്നെ കഷ്ടപ്പെട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ പൊക്കി കൊണ്ടുവന്നാണല്ലോ. പിന്നെ അതൊക്കെ നമ്മൾ സ്റ്റൈലിന് വെക്കണ്ടേ. അയ്യോ, ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ്. തിരക്ക് കണ്ടോ? ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേയുടെ തിരക്കുണ്ട്. പ്ലസ് പിന്നെ പൊതുവെ ഇപ്പോൾ ചൂട് ടൈം ആയത് കാരണം എല്ലാവരും കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. ഇപ്പോൾ സീസണും കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ ഷോപ്പിംഗ് സ്പോട്ട്. കുറേ കടകളുണ്ടായിരുന്നു, ചെറിയ ചെറിയ. ഓൾമോസ്റ്റ് എല്ലാ കടകളിലും സെയിം സാധനങ്ങളൊക്കെയാണ്. തൊപ്പികൾ, പിന്നെ ചായപ്പൊടി, വാഗമൺ സ്പെഷ്യൽ ടീ, പല ടൈപ്പ് ചായപ്പൊടികളുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, കുറച്ച് ടോയ്സ്, പിന്നെ എല്ലാം. നല്ല വെയിലല്ലേ. ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു കുതിരേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് സ്നേഹം തോന്നിയിട്ട് ഞാൻ പോയി അതിനെ തൊട്ടുവിട്ടു. അപ്പോൾ ഞാൻ തൊടുന്ന കണ്ടിട്ട് സൈഡിൽ നിന്നൊരു ആൻറ്റിയും ആ ഒരു വാവേനെ കൊണ്ട് തൊടിപ്പിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ടൂർ ഫുൾ കോർഡിനേറ്റ് ചെയ്ത ദ വൺ ആൻഡ് ഓൺലി അജ്മൽ സമദ്. അപ്പോൾ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത് കണ്ടോ. ബസ്സുകളുണ്ടോ? കാണുന്നില്ല. ഫുൾ ബസ്സുകൾ, തിരക്കാണ്. നല്ല വെയിൽ. ഈ തൊപ്പി വാങ്ങിച്ചത് വളരെയധികം നന്നായി. ഭയങ്കര വെയിൽ. ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നമ്മൾ ആ മെഡോസിൻ്റെ അവിടെ കണ്ടതിനെക്കാട്ടിലും ആക്ച്വലി കൂടുതൽ കടകളും നല്ല സെലക്ഷൻസ് ഇവിടെയാണ്. നല്ല തിരക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇവർ ഫോട്ടോസ് എടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് നല്ല ഭംഗി, നല്ല ക്ലാരിറ്റി ഉള്ള അടിപൊളി ഫോട്ടോസ്.
അത് നല്ലൊരു സംഭവം ഉണ്ടോ ഉണ്ടോ, നല്ല ക്ലാരിറ്റി നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കപ്പിൾസ്, ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഫോട്ടോ എന്തായാലും എടുക്കാൻ ട്രൈ ചെയ്യണേ. നമുക്കിങ്ങനെ സ്റ്റെപ്പ് അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാം. അത് വേറൊരു ഫീൽ. സമയം ഇപ്പോൾ 3:30. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് ഇവിടെ ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ, കേരള ഗവൺമെൻറ് അല്ല, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഗമൺ ഹിൽസ് ഗാർഡൻ. സോ ഇവിടുത്തെ കഫറ്റേരിയയിലാണ് ഞങ്ങളുടെ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു വാച്ച് ടവർ ഉണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. തൽക്കാലം അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങും. കാരണം ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഓൾമോസ്റ്റ് വൈകുന്നേരമല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ബിരിയാണിയും കൂടി കിട്ടിയപ്പോൾ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ ഓൺ ദ സ്പോട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട്, ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു ചായ കാപ്പിക്കടയുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ അത് കണ്ടു, പുലിനെ കണ്ടു. ഒരു പുലിയുടെ സ്റ്റാച്ചു. ഇടിവെട്ട്, നല്ല മഴക്കാറുണ്ട്. ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുക. ആക്ച്വലി ഇവിടെയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു. കല്ല് വഴി ഫുൾ നനഞ്ഞിരിക്കണം പറഞ്ഞു. നമുക്ക് വിടാം. ഐസ്ക്രീം കണ്ടപ്പോൾ വീണ്ടും ചെറിയൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ചായ മാറ്റി കൊടുക്കുന്ന ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. ഞാനൊരു ചോക്ലേറ്റ് ഇത് വാങ്ങിച്ചു. ഇത് കണ്ടോ, കോടമഞ്ഞ്. നല്ല കോടമഞ്ഞ്. നോക്കി നിൽക്കുമ്പോൾ ആ കോടമഞ്ഞ് പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നത്. കുറച്ച് സെക്കൻഡിനുള്ളിൽ ഈ കാണുന്ന മലയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത പോലെ, ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ ഫുൾ, ഈവൻ ആ ചായക്കട പോലും കാണാൻ പറ്റാത്ത പോലെ കോട വന്ന് കവർ ചെയ്തു കേട്ടോ. ഫുൾ കോടമഞ്ഞ് നോക്കി ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റാത്ത പോലെയായി ഇപ്പോൾ ഇവിടെ. പിന്നെ അധികം ഡിലേ ആക്കിയില്ല. ഞങ്ങൾ പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങളുടെ യാത്ര തിരിച്ചു. കാരണം തിരിച്ച് നമുക്ക് ടെക്നോ പാർക്കിലേക്ക് എത്തണം. ബസ്സിൻ്റെ അകത്ത് പിന്നെ DJ മോഡാണ് വീണ്ടും. ഫുൾ പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ആർക്കും ഒരു ഉറക്കമോ ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമായപ്പോൾ. അപ്പോൾ എല്ലാവരും നിന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ 12:30 ആയിട്ട് സമയം. ഞങ്ങൾ തിരിച്ചെത്തി. ഡിന്നർ കഴിക്കാനായിട്ട് നിന്നില്ല. അപ്പം അത് കാരണം ഇത്ര എത്തി. ഡിന്നറൊക്കെ കഴിക്കാൻ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആയനെ. സോ അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു അവർ തേജസ്വിനി ബിൽഡിംഗ്. ഇനി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1:30ക്കാണ് ഞങ്ങളുടെ ഓഫീസ് ക്യാബിൻ്റെ ടൈം. അപ്പോൾ 1:30 വരെ 1 hour ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ടൈം കളയണം. അങ്ങനെ ഈ വാഗമൺ ട്രിപ്പ് ഇത് അവസാനിച്ചിരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.